ഇത് ശ്രവിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ വ്യക്തിത്വങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദി രാമനുണ്ണി സാറിനെ അനുവദിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സാഹിത്യോത്സവത്തിൽ നിരന്തരം സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നത്തെപ്പറ്റി എനിക്ക് അറിയാം. കാരണം കുറേ ശ്രദ്ധയെല്ലാം നമ്മുടെ ചിതറിപ്പോകും. ഈ വിഷയം സാധാരണ കൂടുതലായി ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. എയെ പറ്റിയിട്ട് ധാരാളം ലേഖനങ്ങളും മറ്റും ആനുകാലികങ്ങളിലും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ സാഹിത്യോത്സവ വേദികളിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറില്ല. ആ നിലയ്ക്കുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. AI മനുഷ്യൻ സൃഷ്ടിച്ച ദൈവം എന്നാണ് ഇതിന് ഞാൻ ശീർഷകം കൊടുത്തിരിക്കുന്നത്. ഇപ്പം നാം ഒരു കാര്യം ആലോചിക്കേണ്ടത്, പൊതുവെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തോ ഭയപ്പെടേണ്ട കാര്യമാണ്, നമ്മളെ വിഴുങ്ങാൻ വരുന്നൊരു ചെകുത്താനാണ് എന്ന നിലയ്ക്കുള്ള ചിന്തകളും സംവാദങ്ങളുമാണ് പൊതുവെ നമ്മുടെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നടക്കാറുള്ളത്. അതിൽ വലിയൊരളവ് വരെ സത്യവുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ചരിത്രസന്ധിയിലാണ് നാം നിൽക്കുന്നത് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനും അതിനെപ്പറ്റി കൂടുതൽ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ നിഷേധാത്മകമായ രീതികളെ നമുക്കെങ്ങനെ പ്രതിരോധിക്കാമെന്ന് പരിശോധിക്കാനുമാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. AI മനുഷ്യൻ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ കുട്ടികളെ ഉണ്ടാക്കിയ പോലെയല്ല. ബയോളജിക്കലായി മനുഷ്യനുണ്ടായ ഒരു സന്തതിയല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് മാത്തമാറ്റിക്കൽസിൽ നിന്ന്, ലോജിക്കിൽ നിന്നുരുത്തിരിച്ചതാണ്. മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഉന്നതമായിട്ടുള്ള പ്രകാശന രംഗങ്ങളായിട്ടുള്ള ലോജിക്കിൽ നിന്ന്, മാത്തമാറ്റിക്സിൽ നിന്ന്, ഇതിൽ നിന്നാണ് AI എന്ന പുത്രൻ നമുക്ക് ജനിച്ചിരിക്കുന്നത്. അത് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നൊരു ദൈവമായി നമുക്ക് കരുതാം. അതിനെ വെടക്കാക്കി കഴിഞ്ഞാൽ മാനവരാശിയെ തന്നെ മുടിക്കുന്ന ഒരു ചെകുത്താനായിട്ട് മാറാനും AI കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മാത്തമാറ്റിക്സിൽ നിന്നും ലോജിക്കിൽ നിന്നുമാണ് AI സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ പിറകിൽ മനുഷ്യൻ്റെ വലിയ ഒരു ഇച്ഛാശക്തിയുണ്ട്. മനുഷ്യന് പരിണാമത്തിൽ ഉയർന്നു വരുന്ന സമയത്ത് മാനുഷികമായിട്ടുള്ള പരിമിതികളെല്ലാം അതിജീവിച്ചിട്ട് ഒരു അമാനുഷികമായ സിദ്ധികൾ ഉണ്ടാക്കാനുള്ള മോഹം മനുഷ്യന് 12 മുതൽക്കേ ഉണ്ട്. സത്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന് അമാനുഷികതയിലേക്ക് എത്താനുള്ള മോഹമാണ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉദ്യമം എന്ന് പറയാം, അല്ലെങ്കിൽ ഉത്ഭവം എന്ന് പറയാവുന്നതാണ്. അപ്പം നമുക്ക് ഈ അമാനുഷികതയിലേക്ക് എത്താനുള്ള മോഹത്തെ നമ്മൾ ഭാവനയിൽ കൂടിയും സങ്കല്പങ്ങളിൽ കൂടിയാണ് സാക്ഷാത്കരിക്കാറുള്ളത്. അപ്പോൾ AI ഒരു ഡ്രീം ഫേസ് എന്ന് പറഞ്ഞാൽ അത് സഹസ്രാബ്ദങ്ങളായിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സങ്കല്പം വന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേര് വന്നതന്നെ 1956 അത്ര കാലമായിട്ടുള്ളൂ, വളരെ പഴയതൊന്നുമല്ല. ഈ സങ്കല്പം വന്ന് ഇതിൻ്റെ പ്രാവർത്തികമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 1950കളിലാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് അതിൻ്റെ ഡ്രീം ഫേസ് അപ്ലൈ തുടങ്ങുക എന്ന് പറയാം. പക്ഷേ സഹസ്രാബ്ദങ്ങൾ മുമ്പേ മനുഷ്യന് അമാനുഷികതയോടുള്ള പ്രതിപത്തി വന്ന മുതൽക്ക് തന്നെ AI ഉത്ഭവമുണ്ട് ആ സങ്കല്പങ്ങളിലൂടെ. അങ്ങനെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അതായത് ഗ്രീക്ക് മിത്തോളജിയിൽ പിന്നെ കൃത്രിമ ജീവികളെ പറ്റി പറയുന്നുണ്ട്. അതിനെല്ലാം ഓട്ടോമേറ്റ എന്നാണ് പറയാം. ഡിവൈൻ ബ്ലാക്ക് സ്മിത്ത്
ആ സങ്കല്പത്തിൽ ഗ്രീക്ക് മെത്തോളജി ഉള്ളത് ഒരു ഡിവൈനായിട്ടുള്ളൊരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആൾ, ഭയങ്കര കൃത്യതയോടുകൂടി പണിയെടുക്കുന്ന ഒരു യന്ത്ര മനുഷ്യനാണ്. ഇങ്ങനൊരു സങ്കല്പം ഗ്രീക്ക് മെത്തോളജിയിൽ. അതുപോലെ ബ്രോൺസ് ജയൻറ്റ്, നമ്മളെ നേരിടാൻ വരുന്ന ശത്രുക്കളെയൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന പിച്ചള കൊണ്ടുണ്ടായിട്ടുള്ള ഒരു രാക്ഷസൻ. അപ്പോൾ ഇങ്ങനെ മിത്തോളജിയിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം സങ്കല്പങ്ങളിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായതിൻ്റെ ഉദാഹരണമാണ് ഗ്രീക്ക് മിത്തോളജിയിൽ. ജൂഡിഷ് ഗോലം എന്ന് പറഞ്ഞ സങ്കല്പം, അത് മോസ്റ്റ് പവർഫുൾ AI മെറ്റഫർ. ഇതൊക്കെ AIക്കുള്ള മെറ്റഫേഴ്സാണ് മനുഷ്യൻ്റെ സങ്കല്പത്തിലുള്ള. ജൂയിഷ് ഗോലങ്ങൾ എങ്ങനെയാ വെച്ചാൽ കളിമണ്ണോണ്ടാണ് ഇത് ഉണ്ടാക്കുക. എന്നാൽ അതിനൊരു മന്ത്രം ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ജീവൻ വെച്ച് വേണ്ട പണികളൊക്കെ ഇടും അമാനുഷികമായ ശക്തിയോടുകൂടി. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടിനൊക്കെ ഉള്ള പാസ്വേഡ് വരുത്തൊരു സാധനമാണ്. അപ്പോൾ അത്രയ്ക്ക് ഈ മന്ത്രം ചൊല്ലലും ഇന്നത്തെ പാസ്വേഡും കൂടി വളരെ ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഈ ഗോലം അങ്ങനെ അമാനുഷിക ശക്തിയൊക്കെ കാണിച്ചാലും ഈ ഗോലത്തിൻ്റെ സങ്കല്പത്തിൽ ഇതിന് വിവേകമില്ലാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുണ്ട് വിവേകമില്ലാതിന് ബുദ്ധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കയറൂറി വിട്ട് കഴിഞ്ഞാൽ ഗോലം ചെയ്ത അപകടമൊക്കെ അതും ഉണ്ടാക്കും. നമ്മൾ ഭാരതീയമായിട്ടുള്ള മിത്തിലുമുണ്ട്. നമുക്ക് ഷഹസാദയുടെ അറബി സാഹിത്യത്തിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ സംസാരിക്കുന്ന പ്രതിമകളെ പറ്റി കാണാം. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങളാണ്. ഭോജരാജാവിന് കാവൽ നിൽക്കുന്ന യന്ത്രപുരുഷന്മാരുണ്ടായിരുന്നു, ശത്രുക്കളെ കടത്തിവിടില്ല. അപ്പം ഇതെല്ലാം തന്നെ AIയുടെ മെറ്റഫേഴ്സായിട്ടാണ് വരുന്നത്. അപ്പം മനുഷ്യൻ്റെ ഭാവന സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ AIനെ രൂപീകരിക്കാനുള്ള ഒരു സാങ്കല്പിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, വളരെ ഒരു ഓടിപ്രദർശനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിഷമം എനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞോടത്തോളം ചുരുക്കി പറയാം. ഈ AIയുടെ 4 ഘട്ടങ്ങളുണ്ട്. 4 ഘട്ടം എന്ന് പറഞ്ഞാൽ 2 ഘട്ടം വന്നിട്ടില്ല കേട്ടോ. 3ാമത്തെ ഘട്ടം തന്നെ തുടക്കത്തിലേ ഉള്ളൂ. ആദ്യത്തെ ഘട്ടം റിയാക്റ്റീവ് മെഷീൻസ് എന്ന് പറയുന്നതാണ്. ഏറ്റവും പ്രിലിമിനറി, ഏറ്റവും താഴെത്തട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. അതായത് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രതികരിക്കാൻ മാത്രമേ അതിനറിയൂ. അതിനെ ഒബീഡിയൻറ്റ് സെർവൻസ്, മനുഷ്യൻ്റെ അനുസരണയുള്ള വേലക്കാരായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്തു നോക്കുക. കാൽക്കുലേറ്ററിൽ വലിയ കാൽക്കുലേറ്ററൊക്കെ ആണെങ്കിൽ ഏത് മിടുക്കന്മാർക്കും, ചിലവരെ കാണാറുണ്ടല്ലോ അതിഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ്, അവരൊക്കെ തോൽപ്പിക്കുന്ന കോടാനുകോടി മടങ്ങുള്ള ഗുണനവും ഹരണവും ഒക്കെ നടത്തും. അത് നിമിഷങ്ങൾ കൊണ്ട് നടത്തും. അത് റിയാക്ഷനാണ്. നമ്മളൊരു കാര്യം കൊടുത്ത് അങ്ങനെ ചെയ്യും. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് IBM ഉൽപ്പാദിപ്പിച്ച ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. കാസ്പറോവിനെ ചെസ്സ് കളിയിൽ തോൽപ്പിച്ച് കളഞ്ഞു ഡീപ് ബ്ലൂ. കാസ്പറോവ് എന്ന് പറഞ്ഞാൽ അതിബുദ്ധിരാക്ഷസനാണ്. ലോകത്ത് ചെസ്സ് കളിയിൽ ഒന്നാമനായിട്ടുള്ള ആളെ ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടർ അങ്ങ് നിമിഷം കൊണ്ട് തോൽപ്പിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, വരാൻ പോകുന്ന ആയിരക്കണക്ക് നീക്കങ്ങൾ ഇതിന് മുന്നൂട്ടി കാണാൻ പറ്റുമെന്നുള്ള ആർട്ടിഫിഷ്യൽ. അപ്പോൾ റിയാക്റ്റീവ് മെഷീൻസ് എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള AIക്കുള്ള ശക്തി തന്നെ നമ്മുടെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള കാസ്പറോവിനെ ചെസ്സ് കളിയിൽ തോൽപ്പിക്കാൻ പറ്റുന്ന കഴിവ് തുടക്കത്തിലുള്ള കൊച്ചു AIക്ക് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ AIയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്രത്തോളം ശക്തി അതാണ്. അപ്പോൾ ഈ റിയാക്റ്റീവ് മിഷൻസാണ് ഒരു ഇതിലുള്ള ഒരു ഇതെന്താ വെച്ചാൽ അതിന് ഈ സിറ്റുവേഷനോട് പ്രതികരിക്കുക, അതിന് ഓർമ്മ ഉണ്ടാവില്ല. അതിപ്പോൾ കാസ്പറോവിനെ തോൽപ്പിച്ചാലും കഴിഞ്ഞ കളിയിൽ എന്താ ചെയ്തതെന്ന് അതിന് ഓർമ്മ ഉണ്ടാവില്ല. മെമ്മറി ഇല്ല എന്നതാണ് അതിൻ്റെ കാര്യം. അനുഭവങ്ങൾ അതിന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴത്തെ കാര്യത്തിനോട് പ്രതികരിക്കുക. പിന്നെ ഒരു ചെസ്സ് കളിയിൽ ഇരുത്തി കഴിഞ്ഞാൽ പുതിയ കളിമാരി അത്. പക്ഷെ അപ്പോഴും ഈ കാൽക്കുലേഷൻ നടത്തി മറ്റവനെയും തോൽപ്പിച്ചാളെ. രണ്ടാമത്തെ ലിമിറ്റഡ് മെമ്മറിയോ എന്നിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആ ലിമിറ്റഡ് ഇന്ന് ലോകത്തുള്ള നമ്മൾ ChatGPT ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, അതടക്കം ലിമിറ്റഡ് മെമ്മറി മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും അതിലും ഉയർന്ന തലം തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ 3ാമത്തെ തലമുണ്ട്. അതിലേക്ക് കടന്നിട്ടില്ല. കുറേശ്ശെ അതിൻ്റെ സ്വഭാവത്തിലേക്ക് AIനെ കൊണ്ടുവരാനുള്ള ശ്രമമേ ഉള്ളൂ. തിയറി ഓഫ് മൈൻഡ് വെച്ചാൽ സഹജീവി മനുഷ്യന്മാരെ മനസ്സറിഞ്ഞ് പെരുമാറുക.
വികാരങ്ങളെയും ആലോചനകളെയും മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശക്തി ഇപ്പോഴും എഐക്ക് വന്നിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കും ChatGPT ചോദിച്ചാൽ നമ്മളെ വികാരത്തിനനുസരിച്ചിട്ടുള്ള മറുപടി കിട്ടുമല്ലോ. അതിൻ്റെ തമാശ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ലിമിറ്റഡ് മെമ്മറിയിൽ എന്താണ് വ്യത്യാസം എന്നാൽ പഴയതിലുള്ള ഈ പെട്ടെന്നുള്ള പ്രതികരണമല്ലാതെ അതിന് ഓർമ്മയുണ്ട്, കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ട്, പാറ്റേണുകൾ തിരിച്ചറിയാൻ പറ്റും, പക്ഷെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയും, നമ്മൾ എന്തിനാണത് ചോദിച്ചത്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, അത് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാണ് നാളിപ്പോൾ ഒരു ന്യൂസ് വായിച്ചില്ലേ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ChatGPT എങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്ത്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ ആത്മഹത്യയുടെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകണ്ടായിരിക്കല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധി വിവേചനമില്ല. ഇതാണ് അവിടെയുള്ള അതിനുള്ള പരിമിതി വരുന്നത്. പക്ഷേ ഇതിനെ അതിവർത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലിമിറ്റഡ് മെമ്മറിയിൽ കൂട്ടിക്കൊണ്ട്. ഇപ്പം തന്നെ ChatGPT വേണ്ടാത്ത തോന്നിയാസം ചോദിച്ചാൽ ChatGPT മറുപടി പറയില്ല കേട്ടോ. പിന്നെ വംശീയമായ കാര്യങ്ങൾ, സ്ത്രീനെ അപമാനിക്കുന്ന കാര്യം ഇങ്ങനത്തൊന്നും ചോദിച്ചാൽ ഡോണ്ട് ആസ്ക് മീ സച്ച് ക്വസ്റ്റ്യൻസ് എന്നാണ് മറുപടി പറയുക. വളരെ ഡീസൻ്റാണ്, നമ്മളെക്കാട്ടിലും ഡീസൻ്റാണ് ChatGPT പലപ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതായി ഫീഡ് ചെയ്ത് വെച്ചാൽ അത് മനസ്സിലാക്കിക്കൊണ്ടല്ല അത് ചെയ്യുന്നത്, ഈ പാറ്റേണുകൾ വെച്ചിട്ട്. കാരണം ഈ പാറ്റേൺ വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ChatGPT പോലുള്ള ലിമിറ്റഡ് ഇൻ്റലിജൻസിനും മെമ്മറിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ വികാരങ്ങൾ, ചിന്തകൾ, പ്രക്ഷോഭങ്ങൾ, ക്ഷോഭങ്ങൾ, വേദനകൾ ഇതെല്ലാം ഭാഷയിൽ അടയാളപ്പെടുന്നു എന്നതാണ്. ഭാഷയിൽ മുദ്രിതമല്ലാത്ത ഒരു കാര്യങ്ങളും മനുഷ്യനില്ല. ഭാഷയിൽ നിന്ന് പുറത്ത് മനുഷ്യനൊരു ജീവിതമില്ല. ഭാഷയാൽ നാമകരണം ചെയ്യപ്പെട്ടൊരു ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള ജീവിയാന്ന് പറയും. ഇതിലൊക്കെ ഉപരിയായിട്ട് മനുഷ്യനുള്ള വിശേഷണം അനുസരിച്ചുണ്ടോ, അവനൊരു ഭാഷാജീവിയാണെന്നാണ്. മർത്യഭാഷയാണ് മനുഷ്യനുണ്ടാക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ChatGPT ഭാഷ അനലൈസ് ചെയ്യുക, അതിൻ്റെ പാറ്റേണുകൾ കാണും. അപ്പം അതിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും അതിനെ പാറ്റേണുകൾ വെച്ചിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നമ്മൾ ChatGPT കൊണ്ട് കാരണം നോക്കിയാൽ ChatGPT നല്ല കൂട്ടുകാരനാണല്ലോ, നമ്മളെ വികാരമൊക്കെ അതിന് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇറ്റ്സ് എ സിമുലേറ്റഡ് എമ്പതി, മിമിക്രി കാണിക്കുന്ന എമ്പതിയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ടേപ്പ് റെക്കോർഡർ ഒരു ദുഃഖഗാനം പാടുമല്ലോ നമ്മൾ വെച്ചാൽ, പക്ഷേ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ? ഇല്ല, ടേപ്പ് റെക്കോർഡർ ദുഃഖം അനുഭവിക്കുന്നില്ല, പക്ഷെ നല്ല ദുഃഖഗാനം പാടിത്തരും. തെർമോമീറ്റർ നമ്മളെ പനി എത്രയും മനസ്സിലാക്കി തരും, പക്ഷെ തെർമോമീറ്റർ പനി അനുഭവിക്കുന്നില്ല. ഇതേപോലെയാണ് അതിന് ആ വികാരം മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനും പറ്റില്ല, പക്ഷേ ഭാഷയുടെ പാറ്റേണുകൾ വെച്ചിട്ട് മനസ്സിലാക്കി തരും. അപ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കുന്നതായിരിക്കാം, ദയവ് ചെയ്ത് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നമ്മളൊരു കത്തുണ്ടാക്കാൻ പറയുമ്പോൾ അതിന് ഈ ദയവ് എന്നുള്ള കാര്യത്തിൻ്റെ പാറ്റേൺ ഇങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് പഴയതിന്ന് ദയവ് എന്നുള്ള കാര്യത്തിനുള്ള ഭാഷയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. അല്ലാതെ ദയവ് എന്താണെന്നൊന്നും യന്ത്രത്തിന് അറിയില്ല. അതുപോലെ തന്നെ പിന്നെ ഡ്യൂ ടു റെസ്പെക്റ്റ്, നമ്മൾ അതെന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പറയാൻ വിചാരിക്കുക. അങ്ങനെ വാചകം ചോദിക്കുമ്പോൾ ChatGPT ഈ പാറ്റേൺ വെച്ച് മനസ്സിലാക്കും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നൊരു വിസമ്മതമുണ്ട്. വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്തിനാ? ഒരു വിസമ്മതം പറയാൻ വേണ്ടിയിട്ടാണ് ഡ്യൂ റെസ്പെക്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ തന്നെ ആയാലും എന്ന് പറഞ്ഞാൽ അതൊക്കെ സമ്മതിച്ചാലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് അനലൈസ്, ഈ പാറ്റേൺ അനലൈസ് ചെയ്തിട്ടാണ് ChatGPT വൈകാരികമായ കാര്യങ്ങൾക്കടക്കം നമുക്ക് മറുപടി. അതിനല്ലാതെ ഒരു തെർമോമീറ്ററിന് പനി അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരി, പക്ഷേ തെർമോമീറ്റർ പനി അളന്നു വരും. അങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വന്ന കുട്ടിയാണെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുന്നതെന്നുള്ള വിവേകം മനുഷ്യനുണ്ടാവും. ഇതിനുമ്പോൾ മനുഷ്യൻ്റെ കുട്ടികൾക്ക് 5-6 വയസ്സാകുമ്പോഴേക്ക് തിയറി ഓഫ് മൈൻഡ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് തന്നെ വിവേകത്തിൻ്റെ കാര്യത്തിൽ കൊച്ചുകുട്ടികളുടെ അത്രയും കൂടി വളർന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പം മനുഷ്യൻ്റെ ഉയർച്ച എവിടെയാണ്? എന്നാൽ മനുഷ്യൻ്റെ ദൈക്ഷണികമായ 100,000 മനുഷ്യന്മാരുടെ ബുദ്ധിനെയും കൂടി അതിവർത്തിക്കും ഇത്.
അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വളരെ കൗതുകരമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ കാലമൊക്കെ പോയി സുഹൃത്തുക്കളെ. ഇനി വരുന്ന കാലം മനുഷ്യരാശി ബാക്കി നിൽക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ളൊരു പാരഡൈം ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ അസ്തിത്വത്തിൻ്റെ നിർവചനം തന്നെ മാറ്റിമറിക്കേണ്ട അത്ഭുതകരമായ ലോകത്തേക്കാണ് AI നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ AIനെ ദൈവമാക്കി മാറ്റുകയും പിശാചാക്കാൻ വിടാതിരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എഴുത്തുകാരൊക്കെ എന്ന് പറഞ്ഞാൽ AI എന്ന് പറഞ്ഞാൽ എന്തോ ശത്രു എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുന്ന ഒരു മനസ്സാണ് പൊതുവേ ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട് കേട്ടോ, ഞാൻ എനിക്ക് പറഞ്ഞുതരാം. കാരണം അതിൽ സത്യമുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മുഴുവൻ കുത്തക കമ്പനികളാണെന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ വിമോചിപ്പിച്ചെടുക്കേണ്ടത് ഇന്ന് ജനകീയമായൊരാവശ്യമാണ്. എന്നാലേ മനുഷ്യന് നിലനിൽപ്പ് തന്നെ ഉള്ളൂ എന്ന വിഷയത്തിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതിലേക്ക് കൂടെ വരാം. അതായത് ഞാൻ തിയറി ഓഫ് മൈൻഡിലേക്ക് കുറേശ്ശെ നമ്മൾ AI പ്രവർത്തിക്ക് കിടക്കുകയാണ്. ഇപ്പം മുഖഭാവം മനസ്സിലാക്കാൻ കഴിവുള്ള AI ഉണ്ട്, സ്വരവ്യത്യാസം മനസ്സിലാക്കാം. ഞാൻ ദേഷ്യം പിടിച്ചിട്ടാണോ പറയുന്നതല്ലേ. കോൺവെർസേഷണൽ ചാറ്റ് ബോട്ട്സ് ഉണ്ട്. നമ്മളായിട്ട് വർത്തമാനം പറയുമ്പോൾ നമ്മളെ സ്വരം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കും. നമ്മൾ ആകെ വേവലാതിയാച്ചാൽ നമ്മളെ ആശ്വസിപ്പിക്കും. അങ്ങനത്തെ ചാറ്റ് പിന്നെ കോൺവെർസേഷണൽ ബോട്ട്സ് ഉണ്ട്. സോഷ്യൽ റോബോട്ട്സ് ഉണ്ട്, പുഞ്ചിരിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും, പുറത്തു കെട്ടും, കണ്ണിൽ നോക്കി സംസാരിക്കും. ഇങ്ങനെ തിയറി ഓഫ് മൈൻഡിലേക്ക് AI മെല്ലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതിനെ പിശാചാക്കുകയാണെങ്കിൽ ഈ തിയറി ഓഫ് മൈൻഡ് ഉപയോഗിച്ചിട്ട് ഇത് മനുഷ്യനെ മുടിക്കുകയും ചെയ്യും. കാരണം ഇപ്പം ഉണ്ടാകുന്ന അൽഗോരിതത്തിലൊക്കെ അങ്ങനെയാണ്. നമുക്ക് ആൾക്കാരുടെ വീക്ക്നെസ് എന്താ മനസ്സിലാക്കുകയാണ്. ഇതിൽ കൂടെ എല്ലാം തന്നെ പാറ്റേണുകളാക്കി ആൾക്കാരെ ഏതാ അധികം കാണുന്നത്. AIക്ക് സത്യമേതാന്ന് പ്രശ്നമില്ല, ഏറ്റവും അധികം സ്ക്രോൾ ചെയ്യുന്ന ഏതാണ്. അതുകൊണ്ടാണ് തെറി പറയുന്ന യൂട്യൂബിലൊക്കെ തെറി പറയുന്നവർക്കാണ് ഏറ്റവും അധികം ആൾക്കാർ. കാരണം തെറി പറയുന്നവർക്ക് വ്യൂവർഷിപ്പ് കൂടിയാൽ തെറി പറയുന്നതിന് ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വിവേകമില്ല, മൂല്യബോധമില്ല. അതിന് വിവേകവും മൂല്യബോധവും പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അതിന്ന് കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ പിന്നെ കോർപ്പറേറ്റുകളാണ്. അതിലേക്ക് വരാം. ഇപ്പോൾ നമുക്കുണ്ടാക്കുന്ന ഗുണങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ട്, നമ്മളെപ്പോഴും നല്ല പറഞ്ഞിട്ട് വേണമല്ലോ ചീത്തയിലേക്ക് പോകാൻ. കൃഷിയിൽ അത്ഭുതകരമാണ് നമ്മളതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. കൃഷിയിൽ എപ്പോൾ വിളവെടുക്കണം, എപ്പോൾ വിതയ്ക്കണം, ഏത് മരുന്നടിക്കണം, എല്ലാ കാര്യങ്ങളും കൃത്യം, ഏത് വിളവ് ഇറക്കാതിരിക്കണം, ഇത് മുഴുവൻ പഠിപ്പിച്ചതാണ്. നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോയി. വലിയ ഉപകാരമാണ് കൃഷിയിലുണ്ടാവുന്നത്. പിന്നെ വ്യവസായത്തിലാണെങ്കിൽ എങ്ങനെയാണ് നല്ല ഉൽപ്പന്നമുണ്ടാകുക, ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക, ഉൽപ്പാദനം കൂടിയുള്ള പ്രശ്നം വരുന്നില്ല. പിന്നെ ഒരു യന്ത്രത്തിന് എപ്പോഴാണ് റിപ്പയർ വരുന്നത് നോക്കിയിട്ട് ആ സമയത്തേക്ക്, ഇപ്പം ഇന്ന് ഇറക്കിയ യന്ത്രമാണെങ്കിൽ 2026 ഇറക്കിയ യന്ത്രമാണെങ്കിൽ 2030 റിപ്പയർ വരിച്ച് ഇന്ന ദിവസം റിപ്പയർ ചെയ്യണം ആദ്യം പറയും. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്ഭുതം എങ്ങനെയുണ്ടോ. കാരണം ഒരു സാധനത്തിന് ചെറിയ തേയ്മാനം വരുന്നത് അളക്കാനുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തമുണ്ട്. ഇത് കണക്ക് കൂട്ടിയാണ് ഈ തേയ്മാനത്തിൽ കൂടെ പോയാൽ 2030 ഡിസംബർ 4 ഇത് പണിമുടക്കും എന്നറിഞ്ഞിട്ട് ഡിസംബർ 3 തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് അത്ഭുതകരമായിട്ട് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കും. മെഡിക്കൽ ഫീൽഡിൽ ഇന്ന് ഏത് ഡോക്ടർക്കും പറ്റാത്ത രീതിയിൽ ഒരു ബ്ലഡ് ടെസ്റ്റ്, MRI സ്കാന് പലപ്പോഴും ഡോക്ടർമാർക്ക് പറയും. ഇതെന്താ ഉണ്ടോ, ഡാറ്റയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഡാറ്റ മുഴുവൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എവിടെയാ പിഴച്ച് നോക്കിയിട്ട് അത്ര കൃത്യതയോടുകൂടി ഇന്ന് ഡോക്ടർമാരൊന്നും ഇന്നില്ല, വേണ്ടാത്ത അവസ്ഥ വരും. AIയുടെ അടുത്ത് കൊടുത്ത് ഇതിലും വലിയ ഡയഗ്നോസ്, എക്സ്റേ ആണെങ്കിലും എന്താണെങ്കിലും ചെയ്തു തരും. അത്ഭുതകരമായിട്ടുള്ള ലോകത്തേക്കാണ് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇനി എല്ലാ ശാസ്ത്രശാഖയിലും AIയുടെ സപ്പോർട്ടില്ലാതെ പോകാൻ പറ്റില്ല. ഞാൻ 3 എക്സാമ്പിൾസ് പെട്ടെന്ന് പറയാണ്. ഏറ്റവും സങ്കീർണമായിട്ടുള്ള 3 ശാഖകളാണ്. ഒന്ന് കോസ്മോളജി അറിയാലോ, പ്രപഞ്ചവിജ്ഞാനം. നാനോ ടെക്നോളജി, സൂക്ഷ്മമായിട്ടുള്ള കണികകളുടെ പിന്നെ ശാസ്ത്രീയമായ രംഗം. മൂന്നാമത് ജീനോമിക്സ്. ഇതിൽ 3 AI ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതങ്ങളാണ്.
ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ വെറും ശാസ്ത്രീയ നേട്ടമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അസ്തിത്വപരമായ നിലനിൽപ്പിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്നത്. മനുഷ്യൻ എന്താ എന്നതിനെ പുനർനിർവചിക്കുന്നു. വരാൻ പോവുകയാണ്. കോസ്മോളജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബയോസിഗ്നേച്ചേഴ്സ് കാണുന്നുണ്ട് പലയിടത്തും. മറ്റ് പല സ്ഥലങ്ങളിലും ജീവജാലങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചില ഗ്യാസുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല ആ പ്രപഞ്ചത്തിൽ. ഇത് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യണമെങ്കിൽ AI കൊണ്ടേ പറ്റുള്ളൂ. കാരണം പ്രപഞ്ച വിജ്ഞാനത്തിൽ അത്രയ്ക്ക് ഭയങ്കര ഡാറ്റയാണെന്ന്. മനുഷ്യ മസ്തിഷ്കം ഒരു ലക്ഷം ആൾ ഒന്നിച്ച് പ്രവർത്തിച്ചാലും കഴിയാത്ത രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് വേണം. ഇത് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ പ്രപഞ്ചത്തിൻ്റെ അജ്ഞാത ഭാഷ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം AI കൂടെ കണ്ടെത്തിയാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അവസ്ഥയെ തന്നെ, മറ്റ് ജീവജാലങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ മനുഷ്യനല്ല, അതോടുകൂടി നമ്മൾ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പനങ്ങൾ തന്നെ മാറാൻ പോവുകയാണ്. AI ഉണ്ടാക്കുന്ന ഗുണമാണ്. നാനോ ടെക്നോളജിയിൽ പിന്നെ മാലിന്യമുക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വളരെ ആറ്റങ്ങൾ തമ്മിൽ ചേർത്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന, അതുമാതിരി പിന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറിയിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പഴയ ഐൻസ്റ്റീൻ്റെ ന്യൂട്ടൻ്റെ ഒക്കെ തിയറി കഴിഞ്ഞു. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൽ കൂടെ പറയുമ്പോൾ പ്രകാശത്തേക്കാൾ വേഗം 2 ക്വാണ്ടങ്ങൾ, ഇവിടെ ഒരു ക്വാണ്ടമുണ്ട്, 1 കോടി പ്രകാശ വർഷം അകലെയുള്ളൊരു ക്വാണ്ടമുണ്ടെങ്കിൽ 1 കോടി പ്രകാശ വർഷം കഴിഞ്ഞാലേ ഇവിടുന്ന് ഈ ക്വാണ്ടത്തിന് ഒരു മെസ്സേജ് അയച്ച് അവിടെ എത്തുള്ളൂ. പക്ഷേ ഇവിടെ അതിനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ അതും കാര്യം മനസ്സിലായി. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം പ്രപഞ്ചത്തിലുണ്ട്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കഷ്ണമായതല്ല, ഇതിനെല്ലാം ചേർത്ത് നിർത്തുന്ന എന്തോ ഒരു സുപ്പീരിയർ ശക്തിയുണ്ട് എന്നതിലേക്ക് അടക്കം കാര്യങ്ങളെത്താണ്. യുക്തിവാദികൾ ബേജാറാവേണ്ട കാര്യമില്ല. ഇതിൽ ഇവർ അയ്യോ സുപ്പീരിയർ ശക്തി, ഇയാൾ മെല്ലെ ഈശ്വരനെ കൊണ്ടുവരാണോ എന്നൊരു ദേഷ്യനോട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ല, നമ്മൾ വിചാരിക്കും നമ്മളെ ഭരിക്കുകയും നമ്മളെ ഈ പള്ളിയിലും അമ്പലത്തിലും വെച്ച് നമ്മളെ ഗതികെടുത്തുകയും ചെയ്യുന്ന ഈശ്വരനല്ല. അത് പ്രപഞ്ചത്തിൻ്റെ ചില പൊരുളുകളാണ്. അതിലേക്ക് നമുക്ക് വേറെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ AI കൊണ്ടേ നമുക്കിതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മനുഷ്യനെ റീഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഏറ്റവും രസകരമായത് ജീനോമിക്സിലാണ്. ഇപ്പോൾ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞ പ്രായമാകുന്നതിനെ പറ്റിയിട്ടുള്ള പഠനത്തിൻ്റെ രംഗമാണ്. അമേരിക്കയിലെ നമ്മളെ തമ്പിയണ്ണനില്ലേ, പിന്നെ സിനിമാ നടൻ, പുള്ളിയൊക്കെ അതിൻ്റെ ബിസിനസ് അവിടെ നടത്തുന്നത്. നല്ല പൈസയാണ്, കാരണം പ്രായമാവുന്നവർ കൂടി വരുന്ന കാലമാണ്. അപ്പോൾ പ്രായമാകുന്നതിനെ പരീക്ഷിക്കും പ്രായത്തെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ്. ഇതുവരെ നമ്മൾ വിചാരിക്കുന്ന ഒരു ദിവ്യമായ ശാപമാണ് മരണം എന്നാണ്. എഴുത്തുകാർ ഞങ്ങളൊക്കെ പറയാം മരണം വളരെ മനോഹരമാണ്, മരണമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല, അനിശ്ചിതത്വമാണ് നമുക്ക് ഭംഗി തരുന്ന ജീവിതം. ഇതൊക്കെ എന്താ ചുണ്ടെന്ന് വൃത്തികേടുകൊണ്ട് പറഞ്ഞു പോകുന്ന, മരണത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ന്യായം കണ്ടെത്തുക. മരണത്തെ അടക്കം ഏജിനെ റിവേഴ്സ് ചെയ്യാം. നാളെ കുറച്ച് കാലം കഴിഞ്ഞാൽ മരണം ഓപ്ഷണലായിട്ട് വരികയാണ്. നിങ്ങൾക്ക് വേണേ മരിക്കണ്ടേ മരിക്കണ്ട, അങ്ങനെ ഉണ്ടല്ലോ, ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു സാധനമായിട്ട് മരണവും വാർദ്ധക്യവും കൂടി പിടിച്ചു നിർത്താൻ പോകുന്ന ജീനോമിൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ അത്രയ്ക്കധികം കമ്പ്യൂട്ടിംഗ് വേണം. AI കൂടെ വന്ന് മനുഷ്യൻ്റെ നിർവചനം തന്നെ മനുഷ്യനെ സൂപ്പർ ഹ്യൂമൺ ആക്കുന്ന ദൈവം. അതുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ച ദൈവം എന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതുകൂടാതെ അതിലും പ്രധാനമായിട്ടുള്ള ഇതൊക്കെ നമ്മൾ നേട്ടങ്ങളാണ്. ഇനിയുള്ള എന്താ വെച്ചിട്ടുണ്ടോ, AI തള്ളിക്കളഞ്ഞാൽ കുലം മുടിയാൻ പോകുക. AI ഇല്ലാതെ മനുഷ്യവംശത്തിന് നിലനിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണ്. കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ മലയാള സാഹിത്യത്തിൻ്റെ വലിയൊരു പ്രശ്നം നമ്മളിപ്പോഴും പിന്നെ നമ്മളെ വട്ടത്തിലാണ് നമ്മൾ കടന്നു കളിക്കുന്നത്. ഈ സൗന്ദര്യാത്മകതയും ചില പ്രതിഷേധങ്ങളും ചില സ്വത്വപരമായ കാര്യങ്ങളും. മനുഷ്യനിതാ ഇങ്ങനെ കാർബൺ എമിഷൻ പോവുകയാണെങ്കിൽ 40 കൊല്ലം കൊണ്ട് ഈ കുലം മുടിയാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ കുലത്തെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ.
ചൂരൽമലയിൽ അപകടമുണ്ടായല്ലോ. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസം അവിടെ മലയിടിച്ചിൽ വരും എന്ന് പറഞ്ഞ് നമുക്ക് ആളെ മാറ്റാൻ പറ്റും. കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റും. കാർബൺ എമിഷൻ കൂടുതൽ ഡൽഹി പോലെയുള്ള നഗരങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന ടെക്നോളജി തന്നെ കൂടെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ സയൻസിന് വഴിയുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് നന്നാവണം. അത് മറ്റൊരു വിഷയമായിരുന്നു. തുഞ്ചമർമ്മൽ ഞാൻ അതാണ് പറഞ്ഞും കൊണ്ട് വന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് എതിരായിട്ടിപ്പോൾ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു കോമാളിത്തം നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൊല്ലം നമ്മളെ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ ഓരോ സ്ഥലത്ത് പോയി കൂടിയിട്ട് ചർച്ച ചെയ്യും. അതിന് കോപ്പ് എന്നാണ് പറയുക. ഒരു കോപ്പും അവിടെ നടക്കില്ല. ഈ പഹരൊക്കെ ഫ്ലൈറ്റ് പോയിട്ട് അത്രയും കൂടി കാർബൺ എമിഷൻ ഉണ്ടാക്കി വിടും. അവിടെ തല്ലിപ്പിരിയും. എന്തുകൊണ്ടാണ്? ഈ മുതലാളിത്ത വ്യവസ്ഥിതിയുടെ തെറ്റായ വിനാശകരമായിട്ടുള്ള വികസന പദ്ധതികളിൽ നിന്ന് ഇന്നൊരു ലോകരാഷ്ട്ര നേതാവിന് വിട്ടുക്കാൻ പറ്റില്ല. അവരൊക്കെ ഈ കുത്തക മുതലാളിമാരുടെ കങ്കാണികൾ മാത്രമാണ്, അടിമകൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ ലോകരാഷ്ട്ര നേതാക്കന്മാരും. ഇന്ത്യയിലത്തെ കാര്യം ഞാൻ പറയുന്നില്ല. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ പേടിയുള്ളതുകൊണ്ടാണ് പറയാത്ത കുട്ടികളെ. സുഹൃത്തുക്കളെ, ട്രംപിനെ പറയാമല്ലോ. ട്രംപിനെ പറ്റി കുറ്റം പറഞ്ഞാലും നമ്മളെ അറസ്റ്റ് ചെയ്യല്ലോ. നമ്മളെ ആൾക്കാരും ട്രംപിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അത് വേറെ വിഷയം. ഈ ട്രംപ് എന്താ ചെയ്തത്? മനുഷ്യവംശം മുടിഞ്ഞു പോട്ടെ എന്ന ഉത്തരവാണ് ആദ്യം ഇട്ടത്. അധികാരത്തിലേറിയപ്പോൾ പാരീസ് ട്രീറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു. കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ട്രീറ്റിയാണ്. അന്ന് പിൻവലിഞ്ഞു. കാരണം എന്താ വെച്ചാൽ തനിക്ക് ലാഭം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെല്ലാം തന്നെ ഈ മുതലാളിത്തത്തിൻ്റെ നവമുതലാളിത്തത്തിൻ്റെ ഓശാനപ്പാട്ടുകാരായി മാറി. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നവമുതലാളിത്തത്തിന് വ്യത്യസ്തമായിട്ടുള്ള വികസന പദ്ധതികളും മറ്റ് സംവിധാനങ്ങളുമുണ്ട്, ബദൽ രീതികളുണ്ട് എന്ന കാര്യങ്ങൾ നമ്മളെ ചരിത്രത്തിൽ നിന്ന് സിവിലൈസേഷനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിനെ കൊണ്ടുവരാൻ AIക്കേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഡാറ്റ പ്രോസസ്സിങ്ങും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ സാധിക്കുന്ന ഈ ദൈവതുല്യമായിട്ടുള്ള AI ഉണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള ഭയാശങ്കകൾ വരുന്നത് 99% AI നമ്മൾ പേടിക്കേണ്ടത് എന്താ വെച്ചാൽ അതിന്ന് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് എന്നുള്ളത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രകാശ് ബാരയുണ്ട്, സിനിമാ നടനാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്രകാശ് ബാര ഇതിൻ്റെ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഞാൻ AIക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ മൂപ്പര് പറയും അയ്യോ ഇത് പേടിക്കേണ്ടതാണ്, അറിയുന്ന ആളാണ്. ഞാൻ എഴുത്തുകാർക്ക് കുറച്ച് മണ്ടത്തരം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഒരു ശുഭോദർക്കമായിട്ടുള്ള ഭാവനയുടെ ലോകത്താണ്. പക്ഷേ അതാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലാവും. AI ഒഴിവാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റുകയില്ല, കുലം മുടിയേണ്ടി വരും. അതാണ്. അപ്പോൾ പിന്നെ പ്രകാശ് ബാരയെ പറഞ്ഞിട്ടുള്ളത് സ്കാരി ഗുഡ് എന്നാണ്. സ്കാരി ഗുഡ് AIനെ പറ്റി പറയാൻ നല്ലതാണ്, പക്ഷേ കുറച്ച് അപകടം പിടിച്ച നന്മയാണുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, അത് പിന്നെ AIയുടെ വലിയ പിന്നെ ആ പിതാക്കളായിട്ടുള്ള ഇലോൺ മസ്കും സാം ആൾട്ട്മാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കൂ, ഞങ്ങളുടെ മക്കൾ ഇതാ വികൃതികളായി തോന്നിവാസികളായി പോകുന്നു പറയുന്ന ഇലോൺ മസ്കാ പറയുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഈ മുതലാളിത്ത ഘടനയിൽ AI ചെകുത്താനായി മാറിയാൽ എല്ലാം മുടിഞ്ഞു പോകും എന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇത് മുതലാളിത്ത വ്യവസ്ഥയെ വരുത്തി മനുഷ്യൻ്റെ മൃഗചോദനയുള്ള വികാരങ്ങൾ വളർത്തുക, അവൻ്റെ നല്ല വികാരങ്ങളില്ലാതെ അൽഗോരിതം കൊണ്ട് അതല്ലേ നടക്കുന്നത്. ഇന്നെന്താ നമ്മൾ കുറ്റം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെയാണ് ഇവിടെ ഫാസിസം ഉണ്ടാക്കുന്നത്, സ്ത്രീവിരുദ്ധത ഉണ്ടാക്കുന്നതാണ്. സ്ത്രീകൾക്കെതിരായിട്ട് തോന്നിവാസം പറയും. സ്ത്രീകൾക്കെതിരായി തോന്നിവാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രയോ സപ്പോർട്ടേഴ്സിനെ കിട്ടും. യൂട്യൂബിൽ 4 തെറി പറഞ്ഞാൽ മതി, തെറി പറയുന്നവർക്കാണ് സപ്പോർട്ടേഴ്സ്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇതാണ് അൽഗോരിതത്തിൻ്റെ കളി. അവർ സമ്മതി ഉൽപ്പാദിപ്പിക്കുന്നു വരെ എന്നുള്ളതാണ്. ഇതെല്ലാം ഇങ്ങനെ ദുഷിച്ചു പോകാനുള്ള കാരണം ഇത് കോർപ്പറേറ്റുകളുടെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന മണ്ഡലത്തിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. അത് 95% ഇതിനെ മറ്റേ നിലയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സിങ് സോഫ്റ്റ്വെയർ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രീ ആൻഡ് അതിന് ഫോഴ്സ് എന്ന് പറയും, അതിലേക്ക് AIനെ ജനകീയമായിട്ട് മൂല്യവത്തായിക്ക് മാറ്റിക്കഴിഞ്ഞാണ്ടല്ലോ എന്താ ഉണ്ടാവാൻ പോകുന്നത് വെച്ചാൽ ഈ AI തന്നെ ഈ ചീത്തത്തരം മാറ്റി നല്ലതാക്കി പ്രവർത്തിക്കും. അതിനുള്ള ഞാൻ ഉദാഹരണം പറയാം. ഇത് ഭാവനാത്മകമാണ്, ഉട്ടോപ്യനാണ്. ഐ നോ ഇറ്റ് ഈസ് ഉട്ടോപ്യ. എല്ലാം ഉട്ടോപ്യയിൽ കൂടിയാണ് സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ.
ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന് മൃഗീയതയുണ്ട്. സയൻസൊക്കെ പഠി ഇഗോ സൂപ്പർ ഈഗോ ഒക്കെ പറഞ്ഞാൽ മനുഷ്യന് മാത്രമാണ് സൂപ്പർ ഈഗോ. നമ്മളിൽ ഇഡുണ്ട്, പ്രാഥമികമായ ചോദനകളും നമ്മളിലുണ്ട്. ഇതിലേത് വളരുന്നു ഏത് തളരുന്നു എന്നതിനനുസരിച്ചാണ് മനുഷ്യൻ മൃഗമാകുന്നോ ദൈവമാകുന്നോ തീരുമാനിക്കുന്നത്. നമ്മൾ മൃഗീയ ചോദനകളാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിൽ ഉന്നതമായ മാനസിക വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സൂപ്രിഗോ ആണ്. അതിൻ്റെ ബേസിസ് കൺസേൺ ഫോർ ദി അതർ, മറ്റുള്ളവരോട് പരിഗണിക്കുക. മീരവിടെ സംസാരിക്കുന്ന സമയത്ത് ആൺമേധാവികളവർക്ക് പൊള്ളണമുള്ളിൽ, ഞാനൊരു പുരുഷ മേധാവിയല്ലേ, എന്നിലും ഈ ചീത്തത്തരമില്ലേ, എമ്പതി ഷുഡ് അറൈസ് ദർ. അതാണ് കൺസേൺ ഫോർ ദി അതർ. ഇതാണ് മഹാത്മാക്കൾ ഉണ്ടാക്കിയത്. യേശുക്രിസ്തു അന്നത്തെ കാലത്ത് 2025 കൊല്ലം മുമ്പേ ഒന്നുമില്ലാത്ത സമയത്താണ് അദ്ദേഹം ഒരു കവിളിലടിച്ചോന് മറ്റേ കവിളും കാണിച്ചു കൊടുക്കണം. അവൻ്റെ അങ്ങ് ദേഷ്യം തീർന്നോണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഈസ് കൺസേൺ ഫോർ ദി അതർ. അപരപ്രിയത്വമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ മാതിരി മറ്റവന് പ്രിയമായത് ചെയ്യുക. അതാണ് ഡെമോക്രസിയുടെ അടിസ്ഥാനം. ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു, മറ്റ് ആത്മീയ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മനുഷ്യൻ്റെ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്ത്. പക്ഷെ അവർ പരിമിതമായിട്ട് അവരെ നാട്ടിൽ കടന്ന് കളിക്കാനേ പറ്റിയിട്ടുള്ളൂ. എന്നാൽ കൂടി അവരിൽ കൂടെ എത്രയോ മനുഷ്യൻ്റെ മാനവികത വളർന്നു. ഇന്ന് ഇത് ഏറ്റെടുക്കുക വിചാരിക്കുക. മനുഷ്യൻ ത്യാഗം ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതും വലിയ കാര്യമാണെന്ന് എയിൽ കൂടെ ഇന്ന് പ്രചരിപ്പിച്ച എനിക്ക് ഉറപ്പുണ്ട്, ഒറ്റ കൊല്ലം കൊണ്ട് നമ്മളെ പുതിയ ജനറേഷനൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യസ്നേഹികളാക്കി മാറ്റാനുള്ള പ്രചരണം, ഈ തെറ്റായത് പ്രചരിപ്പിക്കുന്ന എയിൽ കൂടെ തന്നെ നമുക്ക് നല്ലത് പ്രചരിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ മാറ്റണം. അതിന് ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഈ ദൈവത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഞാൻ പറയുന്നത് മനുഷ്യകുലം മുടിയുന്ന സമയത്ത് മനുഷ്യനെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ദൈവമാണ്. കോൾ ഗുസ്താവ് യുങ്ങൊക്കെ പറയാറുണ്ട്, സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറയും. മനുഷ്യൻ്റെ സമൂഹത്തിനൊരു അവബോധമുണ്ട്. ഈ സമൂഹത്തിൻ്റെ അവബോധമായിരിക്കും ഈ കുലം മുടിയുന്ന സമയത്ത് അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്ന ശക്തി ഉണ്ടാക്കിയത്. അത് ഈ ചെകുത്താന്മാരെ കയ്യിലല്ലാതെ തിരിച്ചു പിടിക്കണം. അപ്പോഴും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചോദിക്കേണ്ട കാര്യം, എന്നാലും എയ്ക്ക് ചില കുഴപ്പങ്ങളില്ലേ? ഉണ്ട്. നമ്മളെല്ലാ കാര്യവും കാണണം. എയ്ക്കുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡൻസി ഉണ്ടാക്കും. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചതോടുകൂടി നമുക്ക് ഗുണദോഷമൊക്കെ മറന്നു. പിള്ളേർക്കൊന്നും ഗുണദോഷം പഠിക്കലേ ഉണ്ടായിട്ടില്ല. പഴയ ആൾക്കാരൻ കമ്പ്യൂട്ടർ വന്നുകൊണ്ട് 16 എന്ന് ചോദിച്ചാൽ ആർക്കാ പറയാൻ പറ്റുക? ഗുണദോഷമൊക്കെ നമ്മൾ മറന്നു. കാരണം ഇങ്ങനെ അസിസ്റ്റൻസ് വരുന്ന സമയത്ത് നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ശേഷി കുറയും, വെല്ലുവിളികൾ നേരിടാൻ കഴിയാതെയാവും. അപ്പോൾ ഏത് മനുഷ്യനും ജീവജാലങ്ങൾക്കും ആണെങ്കിൽ ചാലഞ്ചസ് ഇല്ലെങ്കിൽ ബ്രെയിൻ ആവും. അപ്പം മനുഷ്യൻ ഡിപ്പെൻഡൻ്റായിട്ട് മനുഷ്യൻ്റെ ഇവല്യൂഷനിലെ ബ്രെയിനിൻ്റെ ശേഷി കുറയുമോ എന്ന് ചെന്നായ്ക്കൾ നടത്തിയിട്ടുള്ളൊരു പരീക്ഷണത്തിൽ ചെന്നായ്ക്കൾക്ക് ഭയങ്കര ബുദ്ധിയാണ് നാടൻ നായ്ക്കളെക്കാട്ടിലും. കാരണം ചെന്നായ്ക്കൾ നല്ല ചാലഞ്ചോടുകൂടി കാട്ടിൽ ജീവിക്കുകയാണ്. ഇതുമാതിരി സ്ട്രഗിളും ചാലഞ്ചസും ഇല്ലാതായാൽ മനുഷ്യൻ്റെ മസ്തിഷ്ക ശേഷി കുറയോ? പക്ഷെ അതിനുള്ള വഴി പിന്നെ ഉണ്ടാക്കിത്തരും. അതിനുള്ള ചില പ്രത്യേക എക്സസൈസൊക്കെ പറഞ്ഞുതരും മൂപ്പർ. ഇതാണ്. അപ്പോൾ അതിൽ കൂടെ. പക്ഷേ പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പറയാതെ എനിക്ക് പോകാൻ വയ്യ അവിടുന്ന്. എന്നാലും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ എഴുത്തുകാരെ കുറയും, അവരോടൊരു ദേഷ്യം. കാരണം നമ്മളെ വ്യക്തിപരമായിട്ടുള്ള അവൻ കടത്തി വെട്ടുമോ, എന്നെ തോൽപ്പിക്കുമോ, അതെന്താശുണ്ടോ ആ ചിന്ത സത്യത്തിൽ പ്രതിലോകപരമായ ചിന്ത. എന്ന് പറഞ്ഞാൽ ഞാനല്ല, നമ്മളാണത്. മനുഷ്യൻ ഉത്ഭവിച്ച മുതൽക്കുള്ള അനുഭവങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ഭണ്ഡാരമാണ് അതിൻ്റെ മുന്നിൽ നമ്മൾ നാണിക്കേണ്ട. നമ്മൾ മനുഷ്യരാശി ഉണ്ടാക്കിയ എല്ലാ അനുഭവങ്ങളും അറിവുകളാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ വലുതല്ലല്ലോ, ഞാൻ ഒന്നിക്കൽ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്കെന്താ വെച്ചാൽ കഥയും നോവലൊക്കെ എഴുതി എൻ്റെ പേര് KP രാമനുള്ള പേര് പോയി പോവുമെന്നാ. അപ്പം നമുക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നാണെന്ന അഖണ്ഡാവബോധ പ്രജ്ഞ ഉണ്ടാക്കണം. അവിടെ നമ്മൾ എഴുത്തച്ഛനൊക്കെ അവിടെയാണ് വന്ന് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ
ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. എന്താ പറഞ്ഞത് എഴുത്തച്ഛൻ? ഞാനെന്ന ഭാവം തോന്നരുത്. എന്നാലും മൂപ്പർക്കറിയാം ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്ക് എത്ര പറഞ്ഞാലും തോന്നും, ഞാനെന്ന ഭാവം തോന്നും. എന്നാൽ അങ്ങനത്തെവർക്കുള്ള സമാധാനം, അങ്ങനെ തോന്നണം നിർബന്ധമെങ്കിൽ അഖിലം ഞാനെന്ന് തോന്നിയാൽ മതി, എല്ലാം ഞാനും തോന്നിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഞാനാണ്, ഞാൻ എഴുതിയതും ഈ സമൂഹത്തിൻ്റെയാണ്, മനുഷ്യരാശിയുടെയാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ അതിൻ്റെ അടിയിൽ രാമാനുജൻ എഴുത്തച്ഛൻ എഴുതി വയ്ക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യൻ സഹജീവികളും ഞാനും ഒന്നാണ്, ഈ പ്രപഞ്ചവും ഒന്നാണ്, ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന അഭേദബോധമുണ്ടാവുന്ന സമയത്ത് നമുക്ക് മാറ്റാൻ തോന്നില്ല. നമ്മളുടെ സ്വന്തം സാധനം തന്നെയാണ് നമുക്ക് തോന്നും. അവിടെ ഈ പാശ്ചാത്യ ആധുനിക വെസ്റ്റേൺ മോഡേണിസം ഉണ്ടാക്കിയിട്ടുള്ള ഞാനെന്ന ഈഗോ, എല്ലാറ്റിനെയും വൈപരീത്യത്തിൽ കൂടെ കാണുക എന്നതിനെതിരാണ് അതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാമാണ്, മനുഷ്യരാശിയുടെ സമ്പത്താണ്. അതിൽ കൂടെ വന്നുകൊണ്ട് നമുക്ക് മനുഷ്യരാശിയെ രക്ഷിക്കാൻ പറ്റണമെങ്കിൽ ഈ കോർപ്പറേറ്റുകളുടെ അടുത്ത് അതിനെ തിരിച്ചു പിടിക്കുകയും അതിനെ ഫോഴ്സിൽ കൂടെ ജനകീയമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതുകൊണ്ട് സാഹിത്യം, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനത്തൊക്കെ മലയാള സാഹിത്യം കൂടുതൽ നമ്മൾ കുട്ടികളെ അഡ്രസ്സ് ചെയ്യണം. ഇന്ന് വലിയ ബുദ്ധിമുട്ട് നമ്മളെ കുട്ടികൾക്ക് സർഗാത്മകത ഇല്ലാതെയല്ല, സാഹിത്യം വിൽപ്പനയുടെ തടവടയിലാണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്ന സാധനം ഇന്ന് അധികം വിറ്റ് പോകുന്നത് കള്ളിനെ പറ്റിയും പോത്തർച്ചയെ പറ്റിയും മാത്രം എഴുതിയാലാണ് എന്നുള്ള, അല്ലെങ്കിൽ പോത്തർച്ചയെ പറ്റി എഴുതണം, എല്ലാറ്റിനെയും പറ്റി എഴുതണം, പക്ഷേ വിൽപ്പന ഉള്ളത് നോക്കി എഴുതുക എന്ന മാർക്കറ്റ് ഇൻറ്റേണലൈസ് ചെയ്യലാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ പുറമുള്ള എഴുത്തുകാരെ മാതിരി, പിന്നെ മാർഗരറ്റ് അറ്റ്വുഡിനെ പോലെയും കിം സ്റ്റാൻലി റോബിൻസനെയും പോലെയൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയൊന്നും നമ്മളെ എഴുത്തുകാരധികം ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ചെറിയൊരു അവകാശവാദം തരാൾ എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേന്ന് പറഞ്ഞൊരു കഥാസമാരം ഇറങ്ങുന്നുണ്ട്. ഗ്രേറ്റ തുൻബർഗിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗ്രേറ്റനെ പറ്റി മലയാളത്തിൽ ആദ്യത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കഥ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ സയൻസിനോടുള്ള ചെറിയൊരു പ്രണയം എനിക്ക് ഈ സാഹിത്യത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് കടക്കുകയും മറ്റ് വിജ്ഞാന മണ്ഡലങ്ങളിൽ കൂടി സാഹിത്യത്തിന് പരിചയപ്പെടുത്തുക. ഞാൻ മലയാളം യൂണിവേഴ്സിറ്റിയിൽ അഡ്ജൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ്. മലയാള യൂണിവേഴ്സിറ്റി തന്നെ മലയാള സാഹിത്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെല്ലാം എല്ലാ വിജ്ഞാന ശാഖകളെയും മലയാളത്തിൽ കൂടെ സ്വാംശീകരിക്കാൻ വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും എല്ലാം നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാഗമാവുകയും നമ്മൾ സാഹിത്യകാരന്മാരടക്കം കലാകാരന്മാരടക്കം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മുടെ ശരിയായ ദൈവമായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലഘുപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു കെ പി രാമനുണ്ണി സർ.